എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മരണത്തിൽ പ്രതിക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് കൊലക്കുറ്റം ചുമത്താത്തത്? പ്രതി അനൂപ് പെൺകുട്ടിയെ കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൊല്ലാൻ പ്രതിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെതിരെ കൊലക്കുറ്റം ഒഴിവാക്കിയിരിക്കുകയാണ്. കഴുത്തിലിട്ട കുരുക്കാണ് മസ്തിഷ്ക മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അതിനിടെ മരിച്ച പെൺകുട്ടിയുടെ സംസ്കാരം നടന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ചോറ്റാനിക്കര കുരീക്കാടുള്ള വസതിയിലേക്ക് കൊണ്ടുവന്നു. അനൂപ് ജേക്കബ് MLA, ബന്ധുക്കളും സമീപവാസികളും അടക്കമുള്ളവർ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത്. കഴിഞ്ഞ 6 ദിവസമായി പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. പ്രതി അനൂപ് നിലവിൽ റിമാൻഡിലാണ്. സ്ട്രാങ്കുലേഷനാണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി ബ്രെയിൻ ഡെത്ത് ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ പോയത്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. ഇല്ല, മർദ്ദിച്ചുള്ള ആ രീതിയിൽ തന്നെയുള്ള ദേഹമാസകലുള്ള മുറിവുകളുണ്ടായിട്ട് പറഞ്ഞു. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പെൺകുട്ടി പരിചയപ്പെടുന്നത്. മറ്റൊരാളുമായി പെൺകുട്ടിക്കുള്ള സൗഹൃദത്തെ ചോദ്യം ചെയ്താണ് മർദ്ദിച്ചത്. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ പ്രതി തന്നെ കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം പോലീസിനുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തുവരണം. News 18 കൊച്ചി.